റോമാലേഖനം 8:28 പറയുന്നൊരു കാര്യമുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകല നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. രണ്ട് വിഷയമാണ് പൗലോസ് അവിടെ റോമ സഭയ്ക്ക് വരച്ച് കാണിക്കുന്നത്. ഒന്ന്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും അതിശക്തമായി ഉയരും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, എത്ര വലിയ പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർന്നു വന്നാലും അതെല്ലാം ദൈവം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുവാനിടയായിത്തീരും. എത്ര വലിയ പ്രശ്നമുണ്ടെങ്കിലും അത്രയും വലിയ അനുഗ്രഹം നിനക്കുണ്ട്, നിന്റെ തലമുറയ്ക്കുണ്ട്, നിന്റെ അവൻ കുടുംബത്തിലുണ്ടാകും. ഇന്ന് രാത്രി ഞാൻ വ്യക്തമായി വിളിച്ചു പറയട്ടെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നന്മയുടെ കൂമ്പാരമുണ്ട്. എല്ലാ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും അനർത്ഥങ്ങളും അപകടങ്ങളും എല്ലാ പ്രതിസന്ധികളും അത് അനുഗ്രഹമായി വരുമെന്ന് പൗലോസ് ഇവിടെ വ്യക്തമായി റോമ സഭയോട് പഠിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി എനിക്ക് പറയാനുള്ള ഒറ്റ ദൂതെങ്ങനെയാണ്, ദൈവത്തെ സ്നേഹിക്കാൻ നീ പഠിച്ചിരിക്കണം. ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവത്തിൽ ആശ്രയിക്കുവാനും ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ നീ തയ്യാറുണ്ടെങ്കിൽ ഒരുപക്ഷെ നിന്റെ ജീവിതങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം, പ്രതികൂലം ഉണ്ടാകാം, കടഭാരം ഉണ്ടാകാം, നീ ഒറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാം, ദേശക്കാർ നിന്നെ കൈവിട്ടിരിക്കാം, കുടുംബക്കാർ കൈവിട്ടിരിക്കാം, ബന്ധുമിത്രാദികൾ രക്തബന്ധങ്ങൾ കൈവിട്ടിരിക്കാം. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, എല്ലാം ദൈവം നന്മയ്ക്കായി കൂടി വ്യാപരിക്കാൻ ഇടയാകുമെന്ന്